നമസ്കാരം. മധ്യകാല കേരളത്തിൽ നാടുവാഴികൾ നൽകിയ ചില അവകാശങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. തെക്കൻ തിരുവിതാംകൂറിലെ ആയി രാജാവ് വിക്രമാദിത്യ വരഗുണൻ 9-ാം നൂറ്റാണ്ടിൽ ശ്രീമൂലവാസം ബുദ്ധമന്ദിരത്തിന് നൽകിയ അവകാശങ്ങളാണ് പാലിയം ചെപ്പേട് എന്നറിയപ്പെടുന്നത്. CE 9, 10, 11 നൂറ്റാണ്ടുകളിൽ താഴേക്കാവ്, ചിതറാൽ, ആലത്തൂർ, തിരുമണ്ണൂർ എന്നിവിടങ്ങളിൽ ജൈന മന്ദിരങ്ങൾക്ക് ചെയ്ത ദാനങ്ങളാണ് തിരുമണ്ണൂർ ശാസനം എന്നറിയപ്പെടുന്നത്. വേണാട് നാടുവാഴി അയ്യനടികൾ CE 9-ാം നൂറ്റാണ്ടിൽ മാർസാപ്പിർ ഈശോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് കൊല്ലം നഗരത്തിൽ കച്ചവടം ചെയ്യാനും തരിസാപ്പള്ളി പണിയാനും നൽകിയ അവകാശമാണ് തരിസാപ്പള്ളി ശാസനം എന്നറിയപ്പെടുന്നത്. 5 വണ്ണം കച്ചവട സംഘത്തിൽപ്പെട്ട ജോസഫ് റബ്ബാൻ എന്ന് പറയുന്ന ജൂത വ്യാപാരിക്ക് കൊടുങ്ങല്ലൂർ നഗരത്തിൽ വ്യാപാരം ചെയ്യാൻ പെരുമാൾ രാജാവായ ഭാസ്കരരവി 10-ാം നൂറ്റാണ്ടിൽ നൽകിയ അവകാശമാണ് ജൂത ശാസനം എന്നറിയപ്പെടുന്നത്. CE 13-ാം നൂറ്റാണ്ടിൽ നെടിയുരുപ്പ് സ്വരൂപത്തിലെ സാമൂതിരി രാജാവ് മുച്ചുന്തി മുസ്ലിം പള്ളിക്ക് ചാർത്തി നൽകിയ അവകാശമാണ് മുച്ചുന്തിപ്പള്ളി ശാസനം എന്നറിയപ്പെടുന്നത്. നാടുവാഴികൾ നൽകിയ പല അവകാശങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കിയത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു.